നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വന്നിരിക്കുകയാണ് ജ്യോതിർമയി. ബൊഗെയ്ൻവില്ല എന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതിർമയിയുടെ തിരിച്ചുവരവ്. തൻ്റെ അസാധ്യ പ്രകടനം കൊണ്ട് തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ജ്യോതിർമയിക്ക് സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ ഇടവേള ജ്യോതിർമയിയുടെ പ്രതിഭയെ സ്പർശിച്ചിട്ടില്ല. ഇപ്പോഴിതാ ബൊഗെയ്ൻവില്ല OTT-യിലെത്തിയിരിക്കുകയാണ്. സോണി ലിവിലൂടെയാണ് ചിത്രം OTT-യിലെത്തിയത്. ഈ സന്ദർഭത്തിൽ സിനിമയെക്കുറിച്ചും തൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചും ഫിൽമി ബീറ്റ് മലയാളത്തോട് സംസാരിക്കുകയാണ് ജ്യോതിർമയി. എനിക്ക് അതേക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. 3.5 വയസ്സുള്ളൊരു മോനുണ്ട്. മൂപ്പരുടെ പിറകെ ഓടൽ തന്നെയാണ്. അതിനാൽ അത്തരം ടെൻഷനുകൾ എടുക്കാനോ ചിന്തിക്കാനോ ഉള്ള സമയവും സ്പേസും കിട്ടിയിരുന്നില്ല എന്നതാണ് വാസ്തവം. പാട്ട് വന്നു, ഹിറ്റായി. അത് വളരെ സന്തോഷമുണ്ടാക്കി. എന്നാൽ ഇത്രത്തോളം ചർച്ചയാകുമെന്നൊന്നും കരുതിയിരുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതിരുന്നതിനാൽ ആ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്നതും സത്യമാണ്. വളരെ സന്തോഷമാണ്. എനിക്ക് പരിചയമില്ലാത്തവരും പരിചയമുള്ളവരും കൂടുതലും പരിചയമില്ലാത്തവരാണ് വന്ന് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. അവർക്ക് അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിട്ടല്ല. ആ സിനിമ കൊണ്ട് അവർക്കുണ്ടായ സന്തോഷം നമ്മളോട് പങ്കിടണം എന്ന് നിർബന്ധമില്ല. എങ്കിലും കാണുമ്പോൾ അടുത്തു വന്ന് സംസാരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച സന്തോഷം ഞാനുമായി പങ്കിടാൻ അവർ എടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ സിനിമ ചെയ്തിരുന്ന ആളാണ്. അതിനാൽ സിനിമകൾ ഇഷ്ടമാണ് എന്ന് ഇടയ്ക്ക് കാണുമ്പോൾ പറയുകയും ഫോട്ടോയെടുക്കാൻ വരികയുമൊക്കെ ചെയ്യുമെങ്കിലും ഈ സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആളുകളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സ്നേഹം വലിയൊരു അംഗീകാരമാണ് കാണുന്നത്. ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ മോശമായിരുന്നു. ഞാനൊരു ലോ പീരിയഡിലൂടെ കടന്നു പോവുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാതിരുന്ന സമയമാണ്. അമ്മയുടെ അവസാന നാളുകളായിരുന്നു. അതിനാൽ അതിഭീകരമായൊരു ലോ ഫേസിലൂടെ പോകുമ്പോൾ ആ അവസ്ഥ റീത്തുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ എന്നെ കുറെ കൂടി സഹായിച്ചുവെന്നാണ് തോന്നുന്നത്. പുസ്തകം വായിച്ച ശേഷമാണ് സിനിമയാക്കുമെന്ന കാര്യം അമൽ പറയുന്നത്. സസ്പെൻസ് ത്രില്ലർ എന്നതിനേക്കാൾ ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. സസ്പെൻസ് ആദ്യമേ തന്നെ മനസ്സിലാകും. ശേഷം ആ അവസ്ഥയിൽ നിന്നും അവർ എങ്ങനെ പുറത്തു കടക്കുമെന്നതാണ് യഥാർത്ഥ സംഘർഷം. നോവലിൽ പറയുന്നത് തന്നെയാണ് സിനിമയിലും കാണിച്ചിരിക്കുന്നത്. അല്ലാതൊന്നും കുത്തിക്കയറ്റിയിട്ടില്ല. നോവലിൻ്റെ ക്ലൈമാക്സിലെ വയലൻസ് കുറെ കൂടി ലൈറ്റർ ആക്കുകയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നോവലിലെ അത്രയും വയലൻസ് സിനിമയിലില്ല. നോവൽ വായിച്ചവർക്ക് മനസ്സിലാകും. അത്രയും കാണിക്കാൻ സാധിക്കില്ല. എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുമോ, ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ടായിരുന്നു. ആളുകൾ മറന്നു പോയിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. കാലങ്ങളായി സിനിമ ചെയ്തിട്ട് അവരുടെ മനസ്സിൽ പോലും ഞാനുണ്ടോ എന്നറിയില്ലായിരുന്നു. റീത്തുവിൻ്റെ കഥാപാത്രം ഒരുപാട് ലെയറുകളുള്ളതാണ്. ആ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്താൻ എനിക്കാകും എന്നും ചിന്തിച്ചിരുന്നു. പൊതുവെ എൻ്റെ സിനിമകൾ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ സിനിമ ഞാൻ കണ്ടു. പക്ഷേ സ്ക്രീനിൽ എന്നെ തന്നെ കണ്ടില്ല, റീത്തുവിനെ തന്നെയാണ് കണ്ടത്. ആ ടീം വർക്ക് വിജയിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് സിനിമകളും വിജയം തന്നെയായിരുന്നു. എന്നിരുന്നാലും കുറെ കൂടി ചെയ്യാമായിരുന്നു എന്ന് ചില കഥാപാത്രങ്ങൾ പിന്നീട് കാണുമ്പോൾ തോന്നുമായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം സിനിമ ചെയ്യുന്നു എന്ന ആവേശം കൊണ്ടുകൂടിയാകണം ഞാൻ ഇരുന്ന് കണ്ടത്. അല്ലെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണാൻ മടിയും ചമ്മലുമാണ്. ഞാൻ മലയാള സിനിമയുടെ ഭാഗമായി തന്നെയുണ്ടായിരുന്നു. അമലിനൊപ്പം ക്യാമറയ്ക്ക് പിന്നിൽ എന്നും ഉണ്ടായിരുന്നു. മുന്നിലേക്ക് വന്നിരുന്നില്ല എന്ന് മാത്രം. മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കും മാറ്റമുണ്ടായിട്ടുണ്ട്. നേരത്തെ മലയാളികൾക്കുള്ളതായിരുന്നു മലയാള സിനിമ. എന്നാൽ ഇന്ന് സിനിമ ആസ്വദിക്കുന്ന ഏതൊരാൾക്കും ഉള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മലയാള സിനിമയെക്കുറിച്ച് എഴുതപ്പെടുന്നു. വലിയൊരു പ്രേക്ഷക സമൂഹമുണ്ട് മലയാള സിനിമയ്ക്ക് ഇന്ന്. മലയാളത്തിലെ അഭിനേതാവ് എന്ന നിലയിൽ അഭിമാനമുണ്ട്. എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തുടർന്നും സിനിമകൾ ചെയ്യും. സിനിമ ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ നാളെ മുതൽ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പറക്കുമെന്നോ അല്ല. എനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.